ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്രീഹരി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അച്ചുകന് വീശിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേഹത്തൊക്കെ പൊള്ളലുണ്ട്. ഈ സമയത്താണ് സേതുവും പല്ലവിയും കൂടി അകത്തേക്ക് കയറി വരുന്നത്. അപ്പം അച്ചു അങ്ങനെ നീങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടിട്ട് സേതുവിന് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. സേതുവിന് ഒരിക്കലും ശ്രീഹരി എന്ന് പറഞ്ഞാല് ജീവനാണ്. ശരിക്കും പറഞ്ഞാല് ഇത് കാണാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ സേതുവിന്റെ നിപ്പ് കേട്ടോ. സേതു ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി, എന്നിട്ട് അത് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ അവനെ ഇങ്ങനെ തൂത്ത് തലോടി, ഡാ വേദനയുണ്ടോടാ എന്നിങ്ങനെ ചോദിച്ചോ. കുഴപ്പമില്ല സേതുവേട്ടാ, നീ അല്ലേലും അങ്ങനെയല്ലേ പറയൂ. സ്വന്തം പ്രയാസങ്ങളെ മറ്റുള്ളവർ അറിയരുതെന്ന് എത്രയും നിർബന്ധമുള്ള ഒരുത്തനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടേ ഇല്ല എന്നിങ്ങനെ സേതുവേട്ടൻ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ പല്ലവി ഇങ്ങനെ നിന്നിട്ട്, ഡോക്ടറെ കണ്ടിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു. അകമേ പൊള്ളല്, അധികം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. അതെ, ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നൊന്നുമില്ല. ശ്രദ്ധിച്ച നിനക്ക് കൊള്ളാം. ആ ഓട്ടോയും ഞാനും തമ്മിലുള്ള ബന്ധം അറിയാലോ സേതുവേട്ടന്. എന്റെ പ്രാണനായിരുന്നു അത് സേതുവേട്ടൻ അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെ, വിഷമിക്കണ്ട, നമുക്കത് ശരിയാക്കി എടുക്കാം. നീ അങ്ങനെ വിഷമിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് വേറൊരെണ്ണം വാങ്ങാം എന്ന് പല്ലവി ഇങ്ങനെ പറയാം. എന്റെ പേരെഴുതിയ ദിവസം തന്നെയാ ഇങ്ങനെ സംഭവിച്ചത്. അതായി എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞ് അച്ചുവും സങ്കടപ്പെടുകയാണ്. മോളെ, പോലീസ് ഒരു മൊഴി എടുക്കാനായിട്ടാ. എന്താണെങ്കിലും ദേ നടന്നതുപോലെ തന്നെ അങ്ങ് പറഞ്ഞേച്ചാ മതി, മനസ്സിലായല്ലോ. കൊലപാതക ശ്രമത്തിനൂടെ ചാർജ് ചെയ്യാമെന്നാ നിരഞ്ജന മേഡം പറഞ്ഞിരിക്കണത്. അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ, എന്നാല് കേസിന് ഒരു ബലമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പോലീസ് ചോദിക്കുമ്പോൾ അവരവരുടെ ജോലി ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ ജോലിയും ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങള് പുറത്തുണ്ടാവും, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാ മതി കേട്ടോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ സേതുവും പല്ലവിയും കൂടി നേരെ പുറത്തേക്ക് പോവാണ്. അപ്പൊ അച്ചു അടുത്ത് നിപ്പുണ്ട്. അച്ചുവിനാണെങ്കിൽ ശരിക്കും ഹരിയെ ഓർത്തിട്ട് ഇങ്ങനെ വിഷമവും സങ്കടവും ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഹരിയെ നോക്കുമ്പോൾ ഹരിയുടെ ചങ്കെല്ലാം പുള്ളി ആകെ. ഓട്ടോ പോന്നെങ്കിൽ പൊക്കോട്ടെ ഹരി, എന്തിനാ സ്വന്തം ജീവൻ പണയപ്പെടുത്തി തീ കെടുത്താൻ നോക്കിയത് എന്നിങ്ങനെ ചോദിക്കാം. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കിടക്കേണ്ടി വന്നത്. എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ലച്ചോ. നിങ്ങൾക്കത് വെറും ഒരു ഓട്ടോറിക്ഷ ആയിരിക്കാം, പക്ഷെ അതുപോലെ വേറൊന്നുള്ള വാങ്ങാനുള്ള കാശും ചിലപ്പോ നിങ്ങളുടെ കൈ കാണും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഹരിയുടെ മനസ്സ് തിരിച്ചറിയാഞ്ഞിട്ടല്ല, ഈ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് പറഞ്ഞതാ. ഇന്ന് വരെ എനിക്ക് ആശുപത്രി കിടക്കേണ്ടി വന്നിട്ടില്ല, ഇപ്പോതേ അതുവായേ. പിന്നെ ഇന്ന് ഓട്ടോറിക്ഷ കത്തിച്ചു, നാളെ എന്നെ ആയിരിക്കും കത്തിക്കുക. പൊന്നും മടത്തിന് ചേരാത്ത ഒരു മരുമോനെ തീർക്കാൻ നോക്കിയാ കുറ്റം പറയാൻ പറ്റുമോ? എന്റെ വീട്ടുകാർ ചെയ്തു എന്നാണോ ഹരി വിശ്വസിക്കുന്നത്? ആര് ചെയ്താലും അനുഭവിക്കുന്നത് ഞാനല്ലേ. ഓട്ടോയും പോയി, ജോലിക്ക് പോവാൻ പറ്റാതെയോ ആയി. കയ്യിൽ കാശില്ലാത്തവൻ കല്യാണം കഴിക്കാൻ പോവരുത് എന്നിങ്ങനെ ശ്രീഹരി ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം അത് പറഞ്ഞാല് ഇവിടെ ആർക്കെങ്കിലും അത് മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിൽ അച്ഛൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം ശ്രീഹരിയെ എന്ന് അറിയില്ല കേട്ടോ. അപ്പൊ അച്ചു ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിന്ന് അവിടെ നിന്നിങ്ങനെ കരയാണ്, എന്താ പറയണ്ടേ എന്നറിയാതെ. അപ്പൊ നിരഞ്ജന മേഡം വന്നു, തെളിവെടുപ്പിന് വന്നിട്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ അവര് പോവാണ് കേട്ടോ. ഓട്ടോറിക്ഷ കത്തിയെടുത്തുനിന്ന് നേരെ ചെല്ലുന്നത് നമ്മുടെ പൊന്നുമടത്തിലേക്കാണ്. അതിൽ തുറന്നപ്പോ തന്നെ നമ്മുടെ ഋതുവിനെയാ കാണുന്നത് കേട്ടോ. അപ്പൊ ഋതികയുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ ഋതിക ആള് പേടിച്ച് ഭയന്നതുപോലെ തന്നെയാണ് കണ്ണിരിക്കുന്നത്. അപ്പൊ പൂർണിമാമയുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ. പൂർണിമാമയും സ്വാതിയും അതുപോലെ തന്നെ ഋതുവും നിപ്പുണ്ട്. അവരുടെ 3 പേരുടെയും അടുത്ത് നോക്കുമ്പോൾ തന്നെ ഒരു കളലക്ഷണവും ഭയവും ഒക്കെ മുഖത്ത് ഇങ്ങനെ നിൽക്കുകയാണ് 3 പേരുടെയും. അപ്പൊ നിരഞ്ജന മേഡം കുറച്ചു നേരം ഇങ്ങനെ 3 പേരെയും മാറി മാറി ഇങ്ങനെ വീക്ഷിച്ചു. എന്നിട്ട് നമ്മുടെ ഋതുവിന്റെ അടുത്താണ്, ഋതു ആണ് ഇതിന്റെ ശരിക്കും സൂത്രധാര. 3 പേരിൽ ഒരാളാണ് ഇതിന്റെ പിന്നിൽ. അതാരാ ചെയ്തതെന്ന് തുറന്നു പറഞ്ഞ ഞങ്ങളുടെ ഡ്യൂട്ടി അത് ഞങ്ങൾക്ക് എളുപ്പമാകും എന്ന് ഇങ്ങനെ മാഡം പറയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വഴിയിലൂടെ പ്രതിയെ കണ്ടുപിടിക്കേണ്ടി വരും. ഞങ്ങൾ ആരുമല്ല. അയാളുടെ ഓട്ടോ കത്തിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഓട്ടോ ഈ മുറ്റത്ത് പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലി ശ്രീഹരിയും നിങ്ങളും തമ്മിൽ വഴക്കുണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട് മാഡം, പക്ഷെ അത് ഓട്ടോ മാറ്റിയിട്ടതോടുകൂടി തീർന്നല്ലോ.
പിന്നെന്ത് പ്രശ്നം എന്ന് ചോദിച്ചു. ഞങ്ങൾ ആരും ഇങ്ങനെ ചെയ്യില്ല മേഡം. എൻ്റെ മോളെ കെട്ടിയതുകൊണ്ട് എനിക്ക് അവനോട് നീരസമുണ്ട് എന്നുള്ളത് ശരിയാ. എന്ന് വെച്ചാൽ ഓട്ടോ കത്തിക്കാനൊന്നും ഞങ്ങൾ തയ്യാറാവില്ല. അതിൻ്റെ ഗൗരവമൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് പൂർണിമാമ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഋതുവിനെ ഇങ്ങനെ നോക്കുകയാണ് സ്വാതി. വണ്ടി മാറ്റിയിട്ടില്ലെങ്കിൽ കത്തിച്ച് കളയുമെന്ന് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ, അതോ? അത് പിന്നെ വഴക്കിനിടയിൽ അങ്ങനെ പറഞ്ഞിരുന്നു. അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ല മേഡം, ഒന്ന് പേടിപ്പിക്കാൻ മാത്രം. അപ്പൊ തന്നെ ഹരി അവിടുന്ന് ഓട്ടം മാറ്റിയിടുകയും ചെയ്തു. നിങ്ങളല്ലെങ്കിൽ വേറെ ആരാ അത് ചെയ്യാൻ? ആർക്കാ ശ്രീഹരിയോട് ഇത്രയും അധികം ദേഷ്യമുള്ളത് എന്ന് ചോദിച്ചു. ശ്രീഹരിക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പം അറിയില്ല മേഡം എന്ന് പറഞ്ഞു. എനിക്കറിയാം. എങ്കിൽ കേട്ടോ, ശ്രീഹരിക്ക് ആരും ശത്രുക്കളില്ല. ആകെയുള്ളത് നിങ്ങൾ മാത്രമാണ് അവന് ശത്രുക്കളായിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ നിൽക്കുക. അതെ, ഇത് പ്ലാൻഡ് ക്രൈം തന്നെയാണ്. ഇത് ചെയ്തത് ആരാണെങ്കിലും അവര് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിന് ഈ നിരഞ്ജന എന്താണെങ്കിലും സമ്മതിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടി എല്ലാവരെയും ഓർപ്പിച്ചേക്കാം. നാളെ ഫോറൻസിക്കാർ വരും. അത് വിശദമായ ഒരു തെളിവെടുപ്പ് അതെന്താണെങ്കിലും നടത്തുക തന്നെ ചെയ്യും. ഫിംഗർ പ്രിന്റ് അടക്കം എല്ലാം കളക്ട് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ചെയ്തവൻ പിടിയിലായാൽ പിന്നെ ചെയ്യിച്ച ആളും ഉടൻ തന്നെ അകത്താവുകയും ചെയ്യും. ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു. സ്വാതിക്ക് നല്ല പേടിയുണ്ട്. സ്വാതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ കേസ് ഞാൻ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ എന്താണെങ്കിലും തീരുമാനിച്ചിട്ടില്ല. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും പ്രതിയെ അത് ഞാൻ പിടിച്ചിരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിരഞ്ജന മേഡം പതുക്കെ അവിടെ നിന്ന് അങ്ങ് പോയി കേട്ടോ. അപ്പൊ പൂർണിമാമ, നമ്മൾ എന്തിനാ പേടിക്കുന്നത്, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കയറി അകത്തേക്ക് പോവാണ്. അപ്പൊ സ്വാതി വേഗം ഋതുവിന്റെ അടുത്തേക്ക് വന്നിട്ട്, അതെ അമ്മ അവരെ അറസ്റ്റ് ചെയ്യുവോ? ഒരിക്കലുമില്ല. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം എന്ന് ഋതു പറഞ്ഞിട്ട് ഋതുവും അകത്തേക്ക് കയറിപ്പോയി. സ്വാതിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പൊ ഹരിയും നമ്മുടെ പല്ലവിയും സേതുവും കൂടി കുറച്ച് ഓട്സ് കഞ്ഞിയൊക്കെ വാങ്ങി ഇവർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. രണ്ടാൾക്കും ഉള്ളതുകൊണ്ട് രണ്ടുപേരുടെ കഴിക്ക് എന്നിങ്ങനെ പറഞ്ഞ് അവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പം ഹരിയുടെ അടുത്തേക്ക് നിൽക്കുകയാണ്. സേതുവേട്ടനും ചേച്ചി നിൽക്കണമെന്നില്ല, എല്ലാവരും നിങ്ങൾ എന്താണെങ്കിലും വീട്ടിൽ പോയിക്കോ എന്നിങ്ങനെ ശ്രീഹരി പറയാ. എന്തെങ്കിലും ഒരാവശ്യം വന്നാലോ? എന്താവശ്യം വരാനാ? വന്നാൽ തന്നെ ഇവിടെ നേഴ്സുമാരില്ലേ? ശരിയാ സേതുവേട്ടാ, വീട്ടിലെ അമ്മയും ഋതു ഒക്കെ തനിച്ചല്ലേ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് അച്ചു പറയാണ്. അതുകൊണ്ടാ ഞാനീ പറയണത്, പൊയ്ക്കോ എന്നിങ്ങനെ ഹരിയോടെ കൂടെ നിന്നിട്ട് അച്ചു പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. എന്നാ നമുക്ക് പോയാലോ പല്ലവി എന്ന് ചോദിച്ചു. പോകാം. എന്നാ ശരി, വരട്ടെ ഹരി എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരുടെ യാത്രയൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. വിഷമിക്കണ്ടടാ, എല്ലാം ശരിയാകും എന്നോട് സേതു ആശ്വസിപ്പിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഹരി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു വേഗം അവരുടെ കൂടെ പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് ചെന്നിട്ട് സേതുവേട്ടാ എന്ന് വിളിച്ചു. എന്താ മോളെ? സേതുവേട്ടാ, ആരാണെങ്കിലും ഓട്ടോറിക്ഷ കത്തിച്ചത് ഇനി ആരെന്താ എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയണം. അയാളെ പിടിക്കണം സേതുവേട്ടാ, എനിക്കറിയണം ആരാ ചെയ്തതെന്ന്. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അവരുടെ അന്വേഷണം കഴിയട്ടെ, നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അപ്പൊ സേതുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അപ്പൊ സേതു അത് ഫോണും എടുത്ത് അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോവാണ്. അപ്പം നമ്മുടെ അച്ചുവും പല്ലവിയും കൂടെ അവിടെ നിൽക്കുവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് പുറത്തു നിന്ന് ആരോ ചെയ്യിച്ചതാന്നാ. ചെയ്യിച്ചതോ? ആ, ചെയ്യിച്ചത് അതാരും ആവാം എന്ന് ഉറപ്പാണ്. വണ്ടി മാറ്റിയിട്ടില്ലെങ്കിൽ കത്തിച്ചു കളയുമെന്ന് അമ്മയാ ഭീഷണിപ്പെടുത്തിയത്. പക്ഷെ അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. നിഖിലാവാം, മറ്റാരെങ്കിലും ആവാം, ആരാണെങ്കിലും ആവട്ടെ. കല്യാണത്തെ ചൊല്ലി നിങ്ങൾക്ക് ആർക്കും സ്വരച്ചേർച്ചയില്ലെന്ന് അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാലോ. നിങ്ങൾ ഇതിനെ ചൊല്ലി പരസ്പരം സംശയിക്കുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യുമല്ലോ. അതുകൊണ്ട് യഥാർത്ഥ പ്രതിക്ക് മാറി നിന്ന് ചിരിക്കുകയും ചെയ്യാം. എന്തായാലും കൃത്യമായി തന്നെ അന്വേഷണം നടക്കും, ഒരു സംശയം വേണ്ട. നിരഞ്ജന മേഡം അന്വേഷിക്കുന്നത് പ്രതി ആരാണെങ്കിലും അവര് പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അത് മതി ചേച്ചി. ശരി ചേച്ചി എന്ന് പറഞ്ഞു. അച്ചു പോവാൻ തുടങ്ങിയപ്പം അച്ചു ഒരു മിനിറ്റ് നീ നിന്നെ എന്ന് പറഞ്ഞു. എന്താ ചേച്ചി? അതെ, ഇപ്പോ ഹരിയുടെ മനസ്സിലേക്ക് കയറാൻ പറ്റിയ ഏറ്റവും നല്ല സാഹചര്യ. ഒരു ഭാര്യ ആരാണെന്ന് ഹരി തിരിച്ചറിയണം. അവന്റെ സ്നേഹം എന്താണെന്നും കരുണ പിന്നെ അതൊക്കെ ഹരി അറിയുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതിനർത്ഥം? ഉവ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് ഒരു ശ്രീഹരി പുതിയൊരു മനുഷ്യനായിട്ടായിരിക്കണം. ഇതൊരു അവസരമായിട്ട് നീ ഏറ്റെടുക്ക്.
നിന്നെ കൊണ്ട് അത് സാധിക്കും എന്ന് പറഞ്ഞു. നീ വിചാരിച്ചാലേ ഇനി അത് നടക്കോ? ഞാൻ ശ്രമിക്കാം ചേച്ചി, എല്ലാം ശരിയാവും, പോട്ടെ എന്ന് പറഞ്ഞ് പല്ലവി യാത്ര പറഞ്ഞങ്ങ് പോയി. അപ്പൊ പല്ലവിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. പിന്നെ കാണുന്നത് സേതുവിനെയും പല്ലവിനെയാണ്. അപ്പൊ രണ്ടുപേരും ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. സേതുവേട്ടാ, എനിക്കൊരു സംശയം. കൊലയാളി ഓട്ടോ കത്തിക്കാനല്ലേ നോക്കിയത്? തീ കെടുത്താൻ ശ്രമിക്കുമ്പോഴല്ലേ ശ്രീഹരിയുടെ ദേഹം പൊള്ളിയത്? അപ്പൊ പിന്നെ വകുപ്പ് വധശ്രമമാവുന്ന എങ്ങനെയാ എന്നിങ്ങനെ ചോദിച്ചു. അല്ല, ഓട്ടോറിക്ഷ കത്തിച്ചത് ആള് ഹരിയെ കൊല്ലാൻ നോക്കിയിരുന്നില്ലല്ലോ, അതാ ചോദിച്ചതാ. കേസിന് ബലം കിട്ടാനാ നിരഞ്ജന മേഡം അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൊലയാളി ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്ന് നിരഞ്ജന മേഡത്തിന് എന്താ പറയുക, ഒരു നിർബന്ധമുണ്ട്. പിന്നെ പിന്നെ ഹരി ആ സമയത്ത് തീ കെടുത്താൻ നോക്കിയപ്പോ തന്നെയാണോ? അപ്പൊ പിന്നെ ആ ദേഹം പൊള്ളിയോന്ന് ആർക്കറിയാം? ആ കില്ലർ ഇടപെടലുണ്ടെങ്കിലോ? ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാ. എന്നിട്ട് ശ്രീഹരി പറഞ്ഞില്ലല്ലോ, അവൻ അങ്ങനെയാ, അവൻ പറയില്ലല്ലോ. അവൻ അറിഞ്ഞാ നമ്മൾ ചിലപ്പോൾ വിഷമിക്കില്ലേ? അവന്റെ ഒരു സ്വഭാവം വെച്ച് അങ്ങനെ തന്നെയാ. അവൻ എന്ത് സംഭവിച്ചാലും ആരോടും പറയില്ല. ഭാഗ്യം അവൻ രക്ഷപ്പെട്ടത് എന്നിങ്ങനെ പറയാണ്. എന്നാലും ഹരിയോട് എന്തിനായിരിക്കും ഇത്രയും വലിയ പക? എത്ര കാശ് കൊടുത്തിട്ടാ ഹരി ആ ഓട്ടോറിക്ഷ വാങ്ങിയത്? അത് എത്രയും പ്രിയപ്പെട്ടതായിരുന്നു. അത് കത്തിച്ചു കളയാന്ന് പറഞ്ഞ എത്ര കടന്ന കയ്യാ. കേസെടുത്തിട്ടുണ്ടല്ലോ, അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു സേതു. പ്രതിയെ പിടിക്കാൻ പറ്റുമെന്ന് തന്നെയാ ഞാൻ കരുതുന്നത്. എന്തായാലും അവനെ കിട്ടിയാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും പുറത്തു വരിക തന്നെ ചെയ്യും. ആരാ, എന്താ, എങ്ങനെ, എന്തിനു വേണ്ടി എല്ലാം വരും. അപ്പൊ പല്ലവി, എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്, എനിക്കുമുണ്ട്. പക്ഷേ തെളിവ് വേണം എന്ന് പറഞ്ഞു. നോക്കാം, നമ്മൾ കാത്തിരിക്കുന്ന ആള് തന്നെയാണോ എന്ന് എങ്കിൽ മാത്രം ഉറപ്പിക്കാൻ പറ്റൂ. കഷ്ടം തന്നെ, ഇത്രയും പക പാടില്ല മനുഷ്യനായാലാ. പാവം ശ്രീഹരി, അവൻ എന്തെങ്കിലും ഒന്ന് പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആർക്കാ നഷ്ടപ്പെടാൻ പോകുന്നത്? അച്ഛന് മാത്രമല്ലേ നഷ്ടപ്പെടാനുള്ളൂ. കഷ്ടം തന്നെ, അതുപോലും ഓർത്തില്ലല്ലോ ഓട്ടോ കത്തിക്കാൻ ഇറങ്ങിയവര്. പക അല്ലാതെ എന്താ പറയുക? വാശിയും പകയും ഒക്കെയാണ്. നടക്കട്ടെ പല്ലവി, നടക്കട്ടെ. പക്ഷേങ്കില് ഒരു കാര്യമുണ്ട്, അവസാനം സ്വന്തം കാലിനിടയിൽ തീ കത്താൻ തുടങ്ങും. അപ്പോഴേ അന്നേ പഠിക്കൂ എല്ലാവരും എന്ന് പറഞ്ഞു. അപ്പൊ പഠിക്കണം, അതുവരെ നോക്കാം എന്ന് പറഞ്ഞ സേതുവും പല്ലവി. പിന്നെ കാണുന്നത് അച്ചു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ ശ്രീഹരി, അച്ഛന് വേണമെങ്കിൽ പോകായിരുന്നു, ഞാനിവിടെ പോയാ പിന്നെ ഇവിടെ ആരാ? അപ്പം അല്ല, ഇവിടെ എന്തിനച്ചു ആള്? അങ്ങനെ ഇപ്പൊ ഞാൻ പോവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? എന്റെ ഭർത്താവാ ശ്രീഹരി. ഹരി ഇങ്ങനെ കിടക്കുമ്പോ ഭാര്യയായ ഞാൻ കൂടെ തന്നെ ഉണ്ടാവണ്ടേ? ആലും എനിക്ക് വേണ്ടിയിട്ട് എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഹരിക്ക് ഇപ്പോഴും എന്നെ ഒരു ഭാര്യയായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ചിലപ്പോ തോന്നും ഹരിക്ക് എന്നോട് ഭയങ്കര സ്നേഹാണെന്ന്, ചിലപ്പോ തോന്നും ഒട്ടും ഇഷ്ടമില്ലാന്ന്. സത്യത്തില് ഇതിലേതാ ശരിക്കുള്ള ഹരിന്നാ ഞാൻ ചിന്തിക്കുന്നത്. എന്റെ പ്രശ്നം എനിക്കല്ലേ അറിയൂ. എന്റെ പൊന്നു ഹരി, കാശില്ലാത്തതൊന്നും ഒരു കുറവല്ല, അനാഥനായതും ഒരു കുറവല്ല ഹരി. എന്തായാലും കല്യാണം കഴിച്ചില്ലേ, ഇനി ആ ജീവിതത്തോട് നീതി പുലർത്തുവല്ലേ ചെയ്യേണ്ടത്? പറ്റണ്ടേ അച്ചു? ചിലപ്പോ ഞാന് നാളെ ഒരിക്കലും അത് ശരിയാകുമായിരിക്കും. ഒന്നാലോചിച്ചാല് ഞാൻ അച്ചുവിനോട് ചെയ്യുന്നതും ഒട്ടും ശരിയല്ല. സേതുവേട്ടന് വേണ്ടിയിട്ട് മരിക്കാൻ വരെ തയ്യാറായ ആളാ ഞാൻ. അപ്പോ സേതുവേട്ടന്റെ പെങ്ങളോട് ഞാൻ ആ നീതികേട് ചെയ്യുന്നത് ഞാൻ വിഷമിപ്പിക്കുന്നുമുണ്ട്. അച്ചു, എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല അച്ചു, അതുകൊണ്ടാ. എന്നോട് ക്ഷമിക്ക്. അതെ, ഇതൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും അല്ലേ? എത്ര സമയം വേണമെങ്കിലും എടുത്തോളാം ഞാൻ പറഞ്ഞല്ലോ. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ എന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അതെ, എനിക്കുമുണ്ട് ഒരു മനസ്സ്, അത് നോവും. അതാദ്യം ശ്രീഹരി മനസ്സിലാക്കുക. അതിനുള്ള സാഹചര്യം എന്താണെങ്കിലും ഹരി ഉണ്ടാക്കാതിരുന്നാൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ചുതെ ഫുഡൊക്കെ എടുത്ത് ശ്രീഹരിക്ക് വാരിക്കൊടുക്കുക കേട്ടോ. അച്ചു കഴിക്കുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞു. അപ്പൊ അതൊക്കെ ഷോളൊക്കെ വെച്ച് ഇങ്ങനെ മുഖമൊക്കെ തൂക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ ആൾക്ക്. പിന്നെ പൊന്നുമടത്തിലേക്ക് സേതുവും പല്ലവിയും കൂടി ചേർന്ന് ചെല്ലുമ്പോഴത്തേനും അപ്പൊ പിന്നെ നമ്മുടെ ഋതുവും സ്വാതിയും കൂടി ഇറങ്ങി വരുവാ. എങ്ങനെയുണ്ട് പൊള്ളലേറ്റ ആൾക്ക്? അവസ്ഥ ഗുരുതരമാണോ അതോ 1-2 ദിവസത്തിനുള്ളിൽ അതങ്ങ് മാറുമോ? ശരീരത്തിനേറ്റ പൊള്ളൽ മാറും, പക്ഷെ മനസ്സിനേറ്റത് മാറാൻ കുറച്ച് സമയമെടുക്കും. ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. ആരെങ്കിലും എങ്ങളെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ചെയ്തയാളെ പോലീസ് കണ്ടുപിടിച്ചോളും.
അപ്പം അറിയാലോ സത്യം എന്ന് പറഞ്ഞു പല്ലവി. അപ്പം രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പേടിയുണ്ട്. പ്രതി ആരാണെങ്കിലും ശിക്ഷിക്കാൻ പോകുന്നത് പോലീസായിരിക്കില്ല, ഞാനായിരിക്കും. എന്തു ചെയ്യും? കൊല്ലുവോ എന്ന് ചോദിച്ചു. ഓ അതോ, അത് അന്നേരം അറിഞ്ഞാൽ പോരെ, ഇപ്പം എന്തിനാ അറിയുന്നത് എന്ന് ചോദിച്ചു. പിന്നെ അതെ, തലനാരഴയ്ക്ക ശ്രീഹരി രക്ഷപ്പെട്ടത്. അവൻ എന്തെങ്കിലും ഭാഗ്യം അവൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വീടിന്റെ മുറ്റത്തൊരു പന്തൽ ഉയർന്നേനെ. അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തീ അണയ്ക്കാൻ നിങ്ങളോട് ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടെന്താ നിങ്ങൾക്കാർക്കും ഒന്നും പറ്റിയില്ലല്ലോ? ശ്രീഹരിക്ക് മാത്രം എങ്ങനെയാ അപകടം പറ്റിയത് എന്ന് ചോദിച്ചു. അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളും. പേടിപ്പിക്കുകയാണോ? തെറ്റ് ചെയ്യാത്തവരെന്തിനാ പേടിക്കുന്നത്? പോലീസല്ല പട്ടാളം വന്നാലും പ്രതിയൊന്നും പിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഋതു. ഒന്നും മിണ്ടിയില്ലവര്. ഓട്ടോയ്ക്ക് സ്വയം തീ പിടിച്ചതായിരിക്കും, അങ്ങനെയും സംഭവിക്കാലോ. എന്താ ശരിയല്ലേ? നമുക്കെന്താണെങ്കിലും നോക്കാം, അന്വേഷണം ഒന്ന് കഴിയട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ശ്രീഹരി നിന്നോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത്? അയ്യോ, അത് നിങ്ങൾക്കറിയില്ലേ? അതെ, എൻ്റെ ചേച്ചിയുടെ ഭാവി അത് നശിപ്പിച്ചു അവൻ എന്ന് പറഞ്ഞു. അതുപോലെ തെറ്റായിട്ട്. അപ്പൊ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നോ. എങ്ങനെ വളർത്തിയതാ ഞങ്ങളെ അച്ഛൻ എന്നറിയോ? എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഞങ്ങൾക്കെന്നറിയോ? എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ? എന്ത് ചെയ്യാനാന്ന് പറ. ഞങ്ങളോടും അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ശ്രീഹരിയെ കൊണ്ട് അച്ഛൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കില്ലായിരുന്നു എന്ന് തന്നെ പറഞ്ഞു. അതിന് നഷ്ടം നമുക്ക് മാത്രമല്ലേ സ്വാതി? പിന്നെ വിരുന്ന് വരുന്നവരാലൊക്കെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും പൊടിയും തട്ടി പോവില്ലേ എന്നൊരു പറച്ചില്. ഒന്നും മിണ്ടിയില്ല പല്ലവി. ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അടുത്തത് പണി വരുന്നുണ്ട്. നമ്മുടെ ഋതു ആണോ അകത്തേക്ക്, അതോ നമ്മുടെ പൂർണിമാമയാണോ അകത്തേക്ക് എന്നുള്ളത് ഒരു വമ്മ ടെസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.